സ്വന്തം ആരാധകർക്ക് മുന്നിലെ ആദ്യ മത്സരം മുംബൈ ഇന്ത്യൻസ് ഒരു തരത്തിൽ ആഘോഷമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 116 റൺസിലാണ് മുംബൈ ഇന്ത്യൻസ് പുറത്താക്കിയത്. ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള മുംബൈയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് മത്സരം തുടങ്ങിയത്. ആദ്യ ഓവറിൽ നരേൻ, രണ്ടാം ഓവറിൽ ട്വെൻ ഡിക്കോക്ക്, നാലാം ഓവറിൽ അജിൻക്യ രഹാനെ, ആറാം ഓവറിൽ വെങ്കടേഷ് അയ്യർ, ഏഴാം ഓവറിൽ രഘുവംശി എന്നിങ്ങനെ മത്സരം പാതി മുംബൈ ഇന്ത്യൻസ് വരുതിയിലാക്കിയ ശേഷം കൊൽക്കത്ത ബാറ്റർമാർ നിരവധി വമ്പൻ സ്കോറിങ്ങിനായി ശ്രമിച്ചു. എന്നാൽ അതൊന്നും പിന്നീട് ഫലം കണ്ടില്ല. ഒടുവിൽ സ്കോർ അവസാനിച്ചത് 116 റൺസിലാണ്. 0 നരേനെയും 1 റൺസിന് ഡീകോക്കിനെയും പുറത്താക്കിയത് മത്സരത്തിൽ ഏറെ വഴിത്തിരിവായി. 11 റൺസിന് ക്യാപ്റ്റൻ രഹാനെയും, 26 റൺസിന് രഘുവംശിയെയും, 17 റൺസിന് റിങ്കു സിംഗിനെയും, 3 റൺസിന് വെങ്കടേഷ് അയ്യരെയും, 19 റൺസിന് മനീഷ് പാണ്ഡെയും മടക്കി അയക്കാൻ സാധിച്ചത് മുംബൈ ഇന്ത്യൻസിന് ഏറെ നിർണായകമായി. അവസാന ഓവറുകളിലേക്ക് കത്തിക്കയറാൻ രമൺദീപ് സിംഗ് ശ്രമിച്ചെങ്കിലും 116 റൺസിൽ നിൽക്കുമ്പോൾ മിച്ചൽ സാന്റനറുടെ മടിയിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാച്ച് നൽകി രമൺദീപ് പുറത്താവുകയായിരുന്നു. 12 പന്തിൽ 2 സിക്സും 1 ബൗണ്ടറി നേടിക്കൊണ്ടാണ് രമൺദീപ് പുറത്തായത്. ഹർഷിത് റാണയും പുറത്തായി. മത്സരത്തിൽ മുംബൈ ബോളേഴ്സിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. 4 ഓവറിൽ 23 റൺസ് വിട്ടുകൊടുത്ത ട്രെന്റ് ബോൾട്ടിന് 1 വിക്കറ്റ് നേടിയപ്പോൾ ദീപക് ചഹർ 2 ഓവറിൽ 2 വിക്കറ്റ് നേടി. എന്നാൽ തൻ്റെ കരിയറിലെ ആദ്യ IPL മത്സരത്തിൽ 3 ഓവറിൽ 24 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകളാണ് അശ്വിനി കുമാർ സ്വന്തമാക്കിയത്. ഹാർദിക് പാണ്ഡ്യയും വിഘ്നേഷ് പുത്തൂറും മിച്ചൽ സാന്റനറും ഓരോ വിക്കറ്റ് വീതം നേടി. റസൽ, മനീഷ് പാണ്ഡെ, റിങ്കു സിംഗ്, അജിൻക്യ രഹാനെ എന്നീ 4 പ്രധാന വിക്കറ്റുകളാണ് അശ്വിനി കുമാർ നേടിയത്. തൻ്റെ IPL കരിയറിലെ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുക്കാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയണം. ഹാർദിക് പാണ്ഡ്യയുടെ ഫീൽഡ് പ്ലേസ്മെന്റിനും ഏറെ പ്രശംസകളുണ്ട്. അതിഗംഭീരമായി ഫീൽഡിംഗ് പ്രകടനവും മുംബൈ കാഴ്ചവെച്ചു. ചില ക്യാച്ചുകൾ പാഴാക്കിയത് അടക്കം മുംബൈ ഇന്ത്യൻസ് ചെയ്തുവെങ്കിലും 116 റൺസിൽ പുറത്താക്കാൻ സാധിച്ചത് ഏറെ ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ തന്നെ മുംബൈ ഇന്ത്യൻസ് ഡ്രൈവിംഗ് സീറ്റിലാണ്.